യെസ്. ഹായ്, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഈ ചാനലിൽ അധികം വീഡിയോസ്, ലോങ് വീഡിയോസ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. പിന്നെ ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് ആണ്. ഡാൻസിന്റെ വീഡിയോസ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഡേറ്റ് ഒരു ബുക്ക് വായിച്ചു. ബുക്കും കംപ്ലീറ്റ് വായിച്ചില്ല. ബുക്കിന്റെ പേരാണ് ഡു എപ്പിക് ഷിറ്റ്, അങ്കൂർ വാരിക്കോ. സോ ഈ ബുക്ക് ഞാൻ ഓൾമോസ്റ്റ് ഇത്രത്തോളം വായിച്ചു. ഒരു മുക്കാൽ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഒരു വലിയ ടാസ്ക്കാണ് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ മുഴുവനായിട്ട് വായിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ലൈബ്രറി ബുക്കുകൾ, കഥ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴോ ഈ ഫോണും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റൊക്കെ ആക്സസിബിൾ ആയ ആ ഒരു ടൈമിൽ വായനാശീലം തീരെ കുറഞ്ഞു. അപ്പോൾ കൂടുതലും ഈ പറയുന്ന ഇൻസ്റ്റ, യൂട്യൂബ് അതിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വായനശീലം ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 1 ഇയർ 2 ഇയർ ആയിട്ട് ഞാൻ ചെറുതായിട്ട് ബുക്സുകൾ വായിക്കാനും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബുക്ക് എൻ്റെ കയ്യിൽ ഒരു 1 ഇയറിൻ്റെ മേലെയായി എൻ്റെ കയ്യിലുണ്ട്. ഒരു തവണ വായിച്ചു, ഏകദേശം ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എവിടെ വെച്ചോ അത് സ്റ്റോപ്പായി. പിന്നെ ഇപ്പം ഈ അടുത്താണ് ഞാൻ ഈ ബുക്ക് വീണ്ടും വായിക്കുന്നത്. സോ ഈ ബുക്ക് ഒരു സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ്. നല്ല പുസ്തകമാണ്. എനിക്കിഷ്ടമായി. പേഴ്സണലി അത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളോട് സംവദിക്കുന്ന പോലെ തോന്നി. അങ്കൂർ വാരിക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ നമ്മുടെ ലൈഫിൽ അദ്ദേഹം ലൈഫിൽ പഠിച്ച ലെസൺസ്, അതിപ്പം റിലേഷൻഷിപ്പിൻ്റെ റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സക്സസ് റിലേറ്റഡ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിനുണ്ടായ മിസ്റ്റേക്കുകൾ, അദ്ദേഹം പഠിച്ചിട്ടുള്ള ലെസൺസ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളോട് പറയുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുന്ന ഒരു പുസ്തകം. അപ്പം അങ്ങനെ വായിച്ച് ഈ റിലേഷൻഷിപ്പ് ചാപ്റ്റർ ലാസ്റ്റിലേക്ക് എത്തിയപ്പം ഒരു സെന്റൻസ്, ഒരു മിസ്റ്റേക്ക്, നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി അത് വായിച്ചതിന് ശേഷം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കൂടുതൽ വായിച്ചില്ല, പിന്നെ അങ്ങോട്ട് വായിച്ചില്ല. സ്റ്റോപ്പ് ചെയ്തു. അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ, ഞാനാണ് ആ സ്ഥാനത്തിലെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ, ഞാനും ആ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരാളാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാരന്റ് ആണെങ്കിൽ നമ്മുടെ കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ കസിനിന്റെ കുട്ടിയാവാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആവാം, യങ്ങർ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിന്റെ കുട്ടിയാവാം. അങ്ങനെ നമ്മളെക്കാളും ഇളയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഈ ലോകം എന്താണെന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ. അപ്പൊ അവര് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തു പോയി, അപ്പൊ അവരത് പലപ്പോഴും ഈ ഒരു ചെറുപ്രായത്തിൽ നമ്മളോട് ഓപ്പൺ ആയിട്ട് വന്ന് സംസാരിക്കും. അവർ ചെയ്ത തെറ്റ് നമ്മളോട് ധൈര്യത്തോടെ വന്ന് സംസാരിക്കും. പക്ഷെ ആ ഒരു പ്രവൃത്തിയെ നമ്മൾ മുതിർന്നവരെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ കുട്ടികൾ, നമ്മുടെ സിസ്റ്റർ ആയിക്കോട്ടെ, ചെറിയ സിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളായിക്കോട്ടെ, നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലും അവർ ചെയ്ത മിസ്റ്റേക്ക് വന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അവരെ ശകാരിക്കും, അല്ലെങ്കിൽ അവരെ ചിലപ്പം അടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നീ ചെയ്ത് തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ അടിക്കും. അപ്പം ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എനിക്കും ചിന്തിച്ചപ്പോൾ അങ്ങനെ തോന്നി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഓപ്പൺലി നമ്മളോട് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞതിനെ ആദ്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ആ ഒരു ധൈര്യത്തോടെ വന്ന് അവർ ചെയ്ത തെറ്റ് സമ്മതിക്കാനും അവർ ഓപ്പണായിട്ട് അത് പറയാനും കാണിച്ച ആ പ്രവൃത്തിയെ നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഭാവിയിൽ അവർ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, അത് മനുഷ്യ സഹജമാണ്. അപ്പം തെറ്റുകൾ നമ്മൾ അറിയാണ്ട് നമ്മളോട് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ നമ്മളെയല്ലേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പം അവരെ എത്രയും പ്രിയപ്പെട്ട നമ്മളോടാണ് അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയതിനെ അവർ വന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ നമുക്കൊരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അവരെ ഹാർഷായിട്ട്, അവരോട് റൂഡായിട്ട് പെട്ടെന്ന് തന്നെ അവരോട് ചൂടായാലും. അപ്പം എപ്പോഴും അവർ നമ്മളോട് ഓപ്പണായിട്ട് അവരുടെ തെറ്റുകൾ വന്ന് പറയുമ്പം അത് ആദ്യം അവർ കാണിച്ച ആ ഒരു സത്യസന്ധതയെ നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ
നമുക്ക് ആ തെറ്റെന്താണോ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് അവർ കാണിക്കുന്ന ആ സത്യസന്ധതയെ നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ള കാര്യം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം ഏത് സുപ്പീരിയർ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പം ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇത് സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങൾ കമന്റ് ബോക്സിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ശരി, താങ്ക് യു.